السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസം നമ്മൾ മൊഡ്യൂൾ 10 ആണ് കംപ്ലീറ്റ് ചെയ്തത്. സിഹറിനെ കുറിച്ച് സംസാരിച്ചല്ലേ. ഇന്ന് ഇൻഷാല്ലാ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്കുള്ള വിഷയങ്ങൾ സിഹറിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ബാധ ഒഴിപ്പിക്കൽ മെയിനായിട്ട്. ഓക്കെ, ഇസ്ലാമിലെ ബാധ ഒഴിപ്പിക്കൽ എന്താണെന്ന്, പിന്നെ ഇസ്ലാമിക വിധി സിഹറിൻ്റെ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ അല്ലേ സിഹർ എന്ന് പറയുന്നത് എന്താണ്, ഇസ്ലാമിലെ സിഹർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, എന്തൊക്കെയാണ്, അതായത് അൺനാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രകൃതി വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ സിഹറാണെന്ന് നമ്മൾ കണ്ടു. പിന്നെ സിഹറിന് ഒരു റിയാലിറ്റി ഉണ്ടെന്ന് സൂറത്തുൽ ബഖറയിലെ 101, 102 ആയത്തുകൾ വെച്ചിട്ട് അല്ലേ നമ്മൾ തെളിവടക്കം കണ്ടു. പിന്നെ സിഹറിന്റെ പിന്നില്, അത് സിഹർ എന്ന് പറയുന്ന, സിഹറിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജിന്നുകളുടെ സഹായത്തോടു കൂടിയാണ് സാധ്യമാകുന്നത്. സാഹിറുകൾ ജിന്നുകളുടെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെന്നും സുബ്ഹാനല്ലാഹ് അത് എത്രമാത്രം വിലക്കപ്പെട്ടതാണെന്നൊക്കെ നമ്മൾ ഈ ഒരു ആയത്തിൽ നിന്ന് അല്ലെ, സൂറത്തുൽ ബഖറയിലെ 101 മെയിനായിട്ട് 102 ആയത്തിൽ. മാത്രമല്ല അവരെന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദമില്ലാതെ അവർക്കൊന്നും സാധ്യമല്ല എന്നും അവർക്ക് ആ കാര്യം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നും അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ല എന്നും ഒക്കെ നമ്മൾ കണ്ടു ഈ ഒരു ആയത്ത് വെച്ചിട്ടല്ലേ. പിന്നെ പല സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളും നമ്മളെ കണ്ണുകൊണ്ട് കണ്ടാൽ ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുടെയും പിന്നിൽ ജിന്നുകളുടെ ഒരു റോൾ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. പിന്നെ അവസാനമായിട്ട് മനുഷ്യന്മാരിൽ ജിന്നിന്റെ ബാധ അല്ലെ മനുഷ്യ ശരീരത്തിൽ ബാധ കയറാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാധ കയറാന്നുള്ളത് ടെമ്പററി ആവാം, താൽക്കാലികമായിട്ട് വന്നു പോവാം, അല്ലെങ്കിൽ കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്നതും ആവാം. പിന്നെ ജിന്ന് ബാധ എന്നുള്ളത് ഇസ്ലാമിലെ ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യാഥാർത്ഥ്യമാണെന്നും അതിനുള്ള തെളിവുകളും നമ്മൾ കണ്ടു. അതിനെ നിഷേധിക്കുന്ന വിഭാഗം ഹിസ്റ്റോറിക്കൽ, അതായത് ചരിത്രത്തിൽ പുരാതന കാലം മുതൽ തന്നെ അതിനെ നിഷേധിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവര് എങ്ങനെയാണ് ഇതിന്റെ തെളിവുകളെ അവരുടെ വാദത്തിന് ശരിവെക്കാൻ വേണ്ടിയിട്ട് വിശദീകരിക്കുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. അതായത് പണ്ട് മുതലേ ആദ്യകാലത്തെ ജനറേഷൻ മുതലേ ഖൈദയിൽ ഈ ഒരു കാര്യം ഡിനൈ ചെയ്തുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട്, അവരുടേതായ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് സിഹറിനെയും ജിന്നിനെയും ജിന്നബാധകളെയും ഒക്കെ കംപ്ലീറ്റ്ലി നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇന്നത്തെ കാലം വരെ അതുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു കാര്യം കാരണം, ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ നിഷേധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുകയും അതിന്റെ തെളിവുകൾ ഉപയോഗിച്ച് അതിനെ സമർത്ഥിക്കുകയും ചെയ്യുന്നത് കാരണം രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതായത് രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീം വ്യൂ പോയിന്റ്, രണ്ട് എക്സ്ട്രീം എന്താ പറയാ ചിന്താഗതികൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഈ ഒരു ജിന്നിന്റെ അല്ലെങ്കിൽ സിഹറിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ, എക്സ്ട്രീം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ഇതിന്റെ ഇടയിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ആളുകളുടെ ഒരു വിഭാഗം വളരെ എന്താ പറയുക നാരോ ഡൗൺ ആയിരിക്കുക. കാരണം ഈ രണ്ട് എക്സ്ട്രീം ഗ്രൂപ്പുകളും ഭയങ്കരമായിട്ട് അവര് ഈ രണ്ട് ഗ്രൂപ്പുകാരും ചെയ്യുന്നതിന് വാദിച്ചിട്ട് അതാണ് ശരിയെന്ന് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് നിഷേധിക്കുന്ന ഒരു എക്സ്ട്രീം അല്ലെ, അല്ലെങ്കിൽ അവർ ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു എക്സ്ട്രീം. സിഹർ ഇല്ല, അല്ലെങ്കിൽ അതിന്റെ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഇഫക്റ്റ് അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ജിന്നില്ല അല്ലെങ്കിൽ ജിന്ന് ബാധയില്ല, ഇബ്ലീസിന് അല്ലെങ്കിൽ ജിന്നിന് വസ്വസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം. അങ്ങനെ അവര് അത് വഴി ഈ ഒരു കാര്യത്തിൽ കൂടുതൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ള ആ ഒരു വാതിലുകൾ കംപ്ലീറ്റ് കൊട്ടിയടക്കുന്ന ഒരു വിഭാഗം. എന്താണ് ഈ ഒരു കാര്യത്തിൽ സ്വീകാര്യരായ ആദ്യകാല പണ്ഡിതന്മാര് പറയുന്നത്, അവരെന്ത് തെളിവുകളാണ് കൊണ്ടുവരുന്നത്, എന്താണ് പണ്ഡിതന്മാരുടെ ഇജ്മാ ഈ കാര്യത്തിൽ, ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നതിന് കംപ്ലീറ്റ് ഡോർ അടച്ചു വെക്കുന്ന ഒരു വിഭാഗമാണ് ആദ്യത്തെ എക്സ്ട്രീം എന്ന് പറയുന്നത്. അതായത് ഈ ജിന്നിന്റെ കാര്യത്തിലുള്ള
വാദപ്രതിവാദങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസം നിഷേധങ്ങളുടെ പേരിലുണ്ടായ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ഈ പറഞ്ഞ, അതായത് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ പാടില്ലാത്ത രീതിയിൽ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്ത് കളയുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർക്ക്. സിഹ്റുണ്ടോ ജിന്നുണ്ടോ ഇനി അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടോ, അങ്ങനെ ഒരു അറിവ് തന്നെ ഉണ്ടോ എന്നറിയാത്ത ഒരു വിഭാഗം. സുബ്ഹാനല്ലാഹ്. ഈ വിഭാഗത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർക്കൊന്നും അറിയാത്തത് കൊണ്ട്, ഇതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട്, ഇതിന്റെ തെളിവുകൾ അറിയാത്തത് കൊണ്ട്, ഇതിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട്, ഇതിൽ എന്താണ് ഹറാം എന്ന് അറിയാത്തത് കൊണ്ട്, ഇതിൽ ഷിർക്ക് എന്താണ് തൗഹീദ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, എന്താണ് ഇതിൽ എന്തെങ്കിലും അനുവദനീയത ഉണ്ടെങ്കിൽ ഏത് ഭാഗമാണ് അനുവദനീയം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഇവരെ മുതലെടുക്കുന്ന വേറൊരു കൗമ്. സുബ്ഹാനല്ലാഹ്. ഈ വീക്ക് വിഭാഗത്തെ, രണ്ടാമത് നമ്മൾ പറഞ്ഞ അറിവില്ലായ്മയുടെ പേരുള്ള എക്സ്ട്രീമായ വിഭാഗത്തിനെ മുതലെടുത്തുകൊണ്ട്, അവരുടെ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് വേറൊരു വിഭാഗം, സുബ്ഹാനല്ലാഹ്, അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെ, അവരെ മിസ്യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയും ഫെയിം ഉണ്ടാക്കുകയും അവരങ്ങനെ സുബ്ഹാനല്ലാഹ് വേറൊരു വഴിക്ക് പോകുന്ന വേറൊരു വിഭാഗം. അങ്ങനെ ഈ ഒരു അറിവ് യഥാർത്ഥമായ രീതിയിൽ ഇതിന് രണ്ടിനെ ഇടയ്ക്ക് ഇതിലൊരു ജെനുവിൻ ആയിട്ടൊരു വഴിയുണ്ട് അല്ലെ. എന്താണ് ശരിക്കുള്ള കറക്റ്റ് വരയ്ക്കേണ്ട ഒരു വഴി, എന്താണ് ഇതിനകത്തുള്ള ശരി, എന്താണ് ഇതിനകത്ത് ഇനി എന്തെങ്കിലും ശരി ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്. ഇനി ഈ ശരിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന എല്ലാ ആളുകൾക്കും ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അതിനെ എങ്ങനെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്നൊക്കെ അറിയുന്ന ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു വിഭാഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ വിഭാഗത്തിനെ അടിച്ചമർത്തുന്ന ഈ രണ്ട് എക്സ്ട്രീം ഗ്രൂപ്പുകളാണ്. ഈ ഇപ്പുറത്തെ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നവരും അപ്പുറത്തെ ഗ്രൂപ്പ് അറിയാത്തവരെ മുതലെടുക്കുന്നവരും അല്ലെ. അപ്പം ഈ രണ്ട് ഗ്രൂപ്പുകളും സുബ്ഹാനല്ലാഹ് ഒരു പക്ഷേ ഇബ്ലീസിന്റെ സഹായത്തോടു കൂടിയാവും, അല്ലാഹു അഅലം, ഈ ശരിയായ അറിവിന്റെ പാതേനെ സ്റ്റോപ്പ് ചെയ്യാണ്, അവർ ഷൻ ചെയ്ത് കളയാണ്, ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ വിഭാഗത്തിന് പ്രശ്നമാണ്, മറ്റേ വിഭാഗം അതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അത് അറിയരുത് എന്നുള്ള ഒരു നിർബന്ധം അവർക്കും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് ശരിയായ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ അള്ളാഹു സുബ്ഹാന തആലയിൽ അത്രയ്ക്ക് ഡിപ്പെൻഡന്റ് ആക്കും, അത്രയ്ക്ക് അള്ളാഹുൽ തവക്കുൽ ചെയ്യാൻ തുടങ്ങും ആളുകൾ. അള്ളാഹുവിന്റെ വാക്കുകൾ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ ആളുകൾ അള്ളാഹു സുബ്ഹാന തആല അള്ളാഹുവിന്റെ കലാമിന്, അള്ളാഹുവിന്റെ ഖുർആനിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് ഉറപ്പായിട്ടും അത്തരത്തിലെ ആളുകൾ ഈ ഒരു ഡിപ്പെൻഡൻസ് അള്ളാഹു സുബ്ഹാന തആലയിൽ, അള്ളാഹു സുബ്ഹാന തആലയുടെ കലാമിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സൈന്യത്തെയും ബാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു അറിവ് യഥാർത്ഥ രീതിയിൽ ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നതിനെതിരെ പണ്ട് മുതലേ ഇതുപോലെയുള്ള പല രീതിയിലുള്ള അജണ്ടകൾ നടക്കാറുണ്ട്. ഇനി ഇതൊന്നും നമ്മളെ സ്കോപ്പിലുള്ള കാര്യമില്ല, നമ്മുടെ സിലബസിലുള്ള കാര്യമില്ല. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ഫൈറ്റും ഒക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. അള്ളാഹു ഹക്ക് നമ്മളിലേക്ക് കൊണ്ടുതരികയും അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകുകയും ചെയ്യട്ടെ. അള്ളാഹു ഇഖ്ലാസിന്റെ പാതയിൽ നമ്മൾ നിലനിർത്തട്ടെ. കാരണം ഇബ്ലീസിന് ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടത് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ. അപ്പൊ നിഷ്കളങ്കരായ ദാസന്മാരെ മാത്രമേ ഇബ്ലീസിന് തൊടാൻ പറ്റാത്തതുള്ളൂ. അതുകൊണ്ട് ഇഖ്ലാസ് ഉള്ള നിഷ്കളങ്കരായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പം ഇന്ന് നമ്മൾ ഈ മൊഡ്യൂൾ 11ന്റെ പോർഷൻസുമായിട്ട് കണ്ടിന്യൂ ചെയ്യും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറയാണ്, നിങ്ങൾ ഈ ക്ലാസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അതറിഞ്ഞത് കൊണ്ട് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അടുക്കാൻ ഒരു ചാൻസ് ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം നിൽക്കുക. ഇതൊരു ഫിത്നയാക്കാനോ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ താല്പര്യമുള്ളവർ ദയവ് ചെയ്തിട്ട് ഇപ്പോഴേ സലാം പറയാണ്, ഇറങ്ങിപ്പോയിക്കോളാം. ഓക്കെ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് സിലബസിൽ ഇല്ലാത്ത ഒരു ഓഫ് സിലബസ് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യും ഇൻഷാ അല്ലാഹ്. കാരണം കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ആളുകൾക്ക്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള കുറേ സംശയങ്ങളുണ്ട്. പിന്നെ ചിലർക്ക് സുബ്ഹാനല്ലാഹ് ചില വീക്ക് ഹൃദയങ്ങൾക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഉൾക്കൊള്ളാൻ. അപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഹൃദയങ്ങൾ സുബ്ഹാനല്ലാഹ്, അപ്പം അവർക്ക് ഈ ഒരു അറിവിനെ എങ്ങനെ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു അറിവ് കൊണ്ട് എങ്ങനെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും പ്രയോജനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ പോയിന്റ്സ് കൊടുക്കുന്ന ഒരു സെഷൻ ഇൻഷാ അല്ലാഹ് അറേഞ്ച് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും എളുപ്പം തരട്ടെ, എനിക്കും നിങ്ങൾക്കും. പക്ഷെ യൂട്യൂബിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യൂല. ക്ലാസ് ഷെഡ്യൂൾ ഇൻഷാ അല്ലാഹ് വാട്സ്ആപ്പ് അഖീദ ഗ്രൂപ്പിൽ ഇടും. അവിടെയും ഞാൻ ഒരു റിക്വസ്റ്റ് പറയാണ്, ജെന്യൂൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു അറിവ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ അറിയാൻ ആഗ്രഹമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഫിത്ന ഉണ്ടാക്കാനോ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ താല്പര്യമുള്ളവർ അതിനകത്ത് പങ്കെടുക്കണ്ട. അഗെയിൻ ഞാൻ പറയണം, അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴേ സലാം, അസ്സലാമു അലൈക്കും. ഓക്കെ.
ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഇന്നത്തെ സിലബസ് നോക്കാം. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ മറ്റ് സമൂഹങ്ങളിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ ഈ ഒരു ജിന്ന് ബാധയെ ഒഴിപ്പിക്കൽ എങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത് നോക്കാം. ഏകദേശം ഒരു മിഡിൽ ഏജ് എന്ന് പറയുന്ന ഒരു സമയത്തോടു കൂടി യൂറോപ്പിലൊക്കെ ഈ ബാധ ഒഴിപ്പിക്കൽ ഭയങ്കര വ്യാപകമായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ അത് വരുമ്പം അവരുടെ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ ബൈബിളിലോ പഴയ നിയമത്തിലോ ഒക്കെ ആയിട്ട് ഒരുപാട് അതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ അവരത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണമായിട്ട് അവരുടെ മത്തായി ഗ്രന്ഥത്തിലെ 8-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരിക്കൽ യേശുക്രിസ്തു ഈസ അലൈഹി സ്വലാം, കാരണം അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതിനെ നമുക്ക് പരിപൂർണമായും അതേപോലെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കാര്യം പറയുന്നത് അവരുടെ ഗ്രന്ഥങ്ങളിലും ഇതിന് റെഫറൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കൽ യേശുവും കൂട്ടുകാരനും ഗെരേസസ്നെസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഭ്രാന്തനായ അല്ലെങ്കിൽ ഒരു ബാധ കൂടിയവനെ അവർ കണ്ടുമുട്ടി. അപ്പം യേശുക്രിസ്തു അയാളോട് കൽപ്പിക്കുകയാണ്, നീ ഒഴിഞ്ഞു പോകണമെന്ന്. തന്നെ വിട്ടുപോകാൻ യേശു ഭൂതങ്ങളോട് കൽപ്പിച്ചപ്പോൾ അവർ അവനെ വിട്ട് അടുത്തുള്ള കുന്നിൻ ചെരുവിൽ മേയുന്ന ഒരു പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. അപ്പം ഈ പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ പന്നിക്കൂട്ടം ഓടി ഒരു കായലിലേക്ക് അല്ലെങ്കിൽ ഒരു ലേക്കിലേക്ക് ചെന്നിട്ട് അത് അവിടെ മുങ്ങിച്ചത്തു എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് അക്കൗണ്ട്സ് ബൈബിളിൽ വേറെ അധ്യായങ്ങളിലും മാർക്കോസ്, ലൂക്ക തുടങ്ങിയ അധ്യായങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റു വിഭാഗങ്ങളിലും മറ്റു സമൂഹങ്ങളിലും ഈ ഒരു ബാധ ഒഴിപ്പിക്കൽ വ്യാപകമായിരുന്നു. മുമ്പുള്ള കുറെ ഡോക്യുമെന്ററികളിലും സിനിമകളിലും ഒക്കെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജനറൽ ആളുകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൗതികവാദമുള്ള ആളുകളുടെ വെസ്റ്റിന്റെ ചിന്ത എന്ന് പറയുന്നത്, എല്ലാം ഇതുപോലെയുള്ള എല്ലാ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളും അവരതിനെ പാടെ നിഷേധിക്കും. കാരണം അവർക്ക് നമുക്കുള്ളതുപോലെ വൈബിലുള്ള ഒരു വിശ്വാസം അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ ഇല്ല, അല്ലെ? എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള വൈബിലുള്ള ഒരു വിശ്വാസം അവരുടെ ഇതിലില്ല. മിക്കവാറും അവരുടെ മിക്ക ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യരുടെ ഒരു രീതി, അവരിനി ഏതെങ്കിലും മതത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാതിരിക്കുകയും അതിന്റെ പിന്നിലുള്ള യുക്തി കണ്ടെത്താൻ ശ്രമിച്ചിട്ട് യുക്തി ഇല്ലാത്തതിനെല്ലാം പാടെ നിഷേധിക്കലുമാണ്. അപ്പം പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സോസിസം അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കൽ, ഭൂത ഉച്ചാടനം എന്നൊക്കെ പറയുന്ന കാര്യത്തിന് ഒരു യുക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്, അവരതിനെ സ്വീകരിക്കുന്നേ ഇല്ല. അപ്പൊ ഇതിന്റെ റിസൾട്ടായിട്ട് ഏകദേശം 1600 1500 ആ ഒരു സമയത്തൊക്കെ യൂറോപ്യന്മാരുടെ ഇടയിൽ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ അന്ധവിശ്വാസികളായിട്ട് കണക്കാക്കിയിട്ട് അവരെയൊക്കെ കൂട്ടത്തോടെ കൊല്ലുകയും തീയിട്ട് ചൂടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ പാശ്ചാത്യരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇസ്ലാമില് ഈ ബാധ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ബാധ, ജിന്നിന്റെ ബാധ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു രീതിയായിട്ട് ആക്സെപ്റ്റഡ് ആണ്. ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പം പൊതുവെ ബാധ ഒഴിപ്പിക്കലിനുള്ള രീതികൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ്. അപ്പം ഈ 3 രീതികൾ പറയുന്നതിന് മുമ്പ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പൊക്കെയും പലതും പറഞ്ഞപ്പം പല രീതികൾ പറഞ്ഞിട്ട് അതിനകത്ത് ഇന്നതൊക്കെ തെറ്റാണ്, ഇന്നത് മാത്രമേ ശരിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? ഇപ്പം കഴിഞ്ഞ മുമ്പത്തേക്ക് ഉണ്ടായിരുന്ന ഭാവി പ്രവചനം, ആസ്ട്രോളജി ഒക്കെ പറഞ്ഞപ്പം അതിനകത്തുള്ള തെറ്റായ രീതികളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തിനാ പറയുന്നതെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ശരിയെന്ന് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന തെറ്റായ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് അത് തെറ്റെന്ന് പറയപ്പെടുന്നതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് ശരിയും തെറ്റും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് ഇന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇന്നത് ഒരു തെറ്റുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ഗ്രൂപ്പ് തെറ്റ്. ഇപ്പൊ നമ്മൾ തൗഹീദിന്റെ കാര്യം പറഞ്ഞപ്പം ഓരോ ഗ്രൂപ്പുകളെയും എടുത്തിട്ട് അവരെങ്ങനെ തെറ്റായി, അവരെങ്ങനെ ഷിർക്കിലേക്ക് പെട്ടു, അവരെങ്ങനെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെ? പല ഗ്രൂപ്പുകളുടെയും ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയൊക്കെ തെറ്റുകളിൽ പെടാം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തെറ്റിനെയും ശരിയെയും കുറച്ചും കൂടെ മനസ്സിൽ തിരിച്ചറിയാൻ എളുപ്പം ഉണ്ടാവും. അതേപോലെ ഇവിടെയും തെറ്റുകൾ നമ്മൾ കാണുകയാണ്, എന്തുകൊണ്ട് അത് തെറ്റാണെന്നും കാണുന്നുണ്ട്. അപ്പോഴേ നമുക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് അഖീദയില് സുബ്ഹാനല്ലാഹ്, അഖീദ എന്ന് പറയുന്ന കാര്യത്തിലാണ്
ഏറ്റവും കൂടുതൽ മിക്സ് കൊണ്ടുവരുന്നത്. നമ്മൾ വിചാരിക്കും സുബ്ഹാനല്ലാഹ്, ഈ പാശ്ചാത്യരും ഒക്കെ അവർ വസ്ത്രവിധാനത്തിലും അല്ലെങ്കിൽ സംസാരത്തിലും ഇത് ജീവിത ശൈലികളിലും മാത്രമാണ് മിക്സ് കൊണ്ടുവരുന്നത്. പക്ഷേ ഏറ്റവും വിദഗ്ധമായിട്ട് അഖീദയിൽ മിക്സുകൾ നമ്മുടെ നാട്ടിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും എവിടെ നിന്നും അള്ളാഹു ആയാലും വരുന്നുണ്ട്. അതും എല്ലാത്തിലും ഒരു ഡ്രോപ്പ് പോയ്സൺ മാത്രം മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ശരിക്കുള്ള ബേസിക് അറിവില്ലാത്തവർക്ക് സുബ്ഹാനല്ലാഹ് പല കാര്യങ്ങളും ഇന്ന് നാട്ടിൽ പുതിയതായിട്ട് വരുന്ന പല കോഴ്സുകളും പല പ്രാക്ടീസസും കണ്ടു കഴിഞ്ഞാൽ ഇത് ഇസ്ലാം ആണല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് വരിക. വളരെ മൈന്യൂട്ടായിട്ട് ഒരു ഡ്രോപ്പ് വിഷം അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ വിഷം ഡെയിലി കുറച്ച് കഴിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അഖീദയിൽ നിന്ന് ആളുകൾ കംപ്ലീറ്റ് തെറ്റിപ്പോണ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിരലിൽ എണ്ണിയാൽ പോലും തീരാത്ത അത്രയും ആണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന സുബ്ഹാനല്ലാഹ് എന്താണ് അഖീദയിലുള്ള കലർപ്പുകൾ. ഓക്കെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മളുടെ പുതിയ തലമുറ. കാരണം അവർക്ക് അഖീദ എന്താണെന്ന് അറിയില്ല, ബേസ് എന്താണെന്ന് അറിയില്ല. അവർക്ക് അഖീദ അറിയേണ്ട നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ ഇപ്പോഴും അഖീദയിൽ വാദപ്രതിവാദങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അതറിയില്ല. രണ്ടാമത് അതിനകത്ത് പെട്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ. നമുക്ക് അറിവ് ഒരുപാടില്ല. നമ്മൾ അമലുകൾ ചെയ്യുന്നുണ്ട്, അതിന് ബേസ് ഇല്ലാതെ അടിസ്ഥാനമില്ലാതെ അമലുകൾ ചെയ്യുന്നത് കൊണ്ട് പലതിന്റെയും അടിസ്ഥാനം നമുക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നമ്മുടെ നാട്ടിലുള്ള കുറേ സ്ത്രീകൾ ഇതുപോലെയുള്ള പല കോഴ്സുകളിലും പെട്ടിട്ട് അഖീദയിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോഴും അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ അവരുടെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ വ്യതിചലിച്ച അഖീദയിൽ അവർ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥ അഖീദ അവർക്ക് അറിയാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി ചിലരെങ്കിലും ഇഖ്ലാസ് ഉള്ള ഹൃദയമുള്ളവർക്ക് ഓരോ സ്റ്റേജ് എത്തുമ്പോൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവർ തിരിച്ചു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ നമ്മൾ അഖീദ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയും അഖീദ അറിയുന്നതിന്റെ കൂടെ തന്നെ എന്തൊക്കെ തെറ്റുകൾ നാട്ടിൽ ഈ ഓരോ കാര്യത്തിലും നടക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് തെറ്റെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അള്ളാഹു നമ്മളെല്ലാവരെയും ഇഖ്ലാസുള്ള ഹൃദയത്തോടു കൂടി അവനെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പം ജിന്നബാധ ഒഴിപ്പിക്കുന്നതിന്റെ 3 രീതികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 3 രീതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ പൊതുവെ നാട്ടു നടപ്പിൽ അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ നടക്കുന്ന രീതികളാണ്. ഇതിനകത്തുള്ള ശരി എന്താ തെറ്റെന്താന്ന് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വേറൊരു ജിന്നിനെ വിളിച്ചിട്ട് ജിന്നിനെ ഒഴിപ്പിക്കലാണ്. ഓക്കെ, ഇത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. സുബ്ഹാനല്ലാഹ്, കാരണം വേറൊരു ജിന്നിനെ വിളിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അതിനകത്ത് പല ആഭിചാര പ്രവർത്തനങ്ങളും അല്ലെ, ജിന്നിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവർ ചെയ്യണം. അപ്പൊ തന്നെ ഇസ്ലാമിന്റെ ബേസേ അവിടെ ഇളകി, വിശ്വാസമേ ഇളകി. അത് അവിശ്വാസമാണ്, കുഫ്റാണ്. അപ്പം വേറൊരു ജിന്നിനെ വിളിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇളകിയത് കൊണ്ട് തന്നെ അത് പരിപൂർണമായും ഇസ്ലാമിൽ അനുവദിക്കാത്ത കാര്യമാണ്. ഇത്തരത്തിലുള്ള രീതി ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ഒരു സാഹിർ അല്ലെങ്കിൽ സിഹർ ചെയ്യുന്ന ഒരാള് വേറൊരാള് ചെയ്ത സിഹറിനെ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിലർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, അവരിങ്ങനെ ഈ പറഞ്ഞ പോലെ ഏതോ ഉസ്താദിന്റെ അടുത്തോ ഒരു സാഹിറിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവര് പറയും നമ്മൾ ഇത് അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കിത്തരാം. അപ്പം ഇവര് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്, ഇത് വേറൊരു ജിന്നിനെ വിളിച്ചിട്ടാണ് ഈ തരത്തിൽ ഈ മറ്റൊരാൾ ചെയ്ത സിഹറിനെ അവര് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അതിനുള്ള ഒരു രീതിയാണിത്. അപ്പം ഇസ്ലാമിൽ ഇത് എന്തായാലും നിഷിദ്ധമാണ്. കാരണം വേറൊരു ജിന്നിനെ വിളിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അവിടെ പല ആഭിചാര പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ ബേസിന് തന്നെ എതിരായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ അനുവദനീയമല്ല. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ജിന്നിന്റെ സാന്നിധ്യത്തിൽ ഷിർക്ക് ചെയ്തുകൊണ്ടിട്ട് ജിന്നിനെ റിമൂവ് ചെയ്യാന്നുള്ള കാര്യം. കാരണം സ്വാഭാവികമായും ജിന്നുകൾ, അതായത് മോശപ്പെട്ട ജിന്നുകൾ ശരീരത്തിൽ കയറുമ്പോഴാണ് ഭയങ്കര പ്രയാസങ്ങളും അല്ലെ, ജിന്ന് ബാധയുടേതായ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ഈ ജിന്നിന് ഈ ജിന്നിന്റെ പ്രസൻസിൽ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഷിർക്ക് ഈ ബാധ ഒഴിപ്പിക്കുന്ന ആള് ചെയ്യും. ഓക്കെ, കാരണം ഇവരെന്തിനാ ഉള്ളിൽ കയറുന്നത്? ഈ വ്യക്തിനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഈ വ്യക്തിനെ കൊണ്ട് ഷിർക്കോ കുഫ്രോ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ ജിന്ന് ഹാപ്പിയാണ്, അവരുടെ ഉദ്ദേശം അതാണ്. അപ്പം അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുഫ്രോ ഷിർക്കോ ഈ ജിന്നിന്റെ പ്രസൻസിൽ ബാധ ഒഴിപ്പിക്കുന്ന ആള് ചെയ്യുമ്പോൾ ഈ കയറിയ ജിന്ന് ഓക്കെ എന്റെ കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു പോകും. ഈ ഒരു രീതിയാണ് ക്രിസ്ത്യൻ പ്രീസ്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അവർ കുരിശ് കാണിച്ചിട്ട് പ്രേതത്തിനെ ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ
ജിന്നിനെ എന്താണ് ഷിർക്ക് ചെയ്തുകൊണ്ട്, അതായത് അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ദൈവങ്ങളെ, അതുപോലെ വേറെ പല പല വിഭാഗങ്ങളിലും ഈ ഒരു രീതിയുണ്ട്. അതായത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളുടെ പേരുകൾ വിളിച്ചും കാണിച്ചും അതിനെ കാണിപ്പിച്ചും ഒക്കെ ഈ ജിന്നിനെ ഒഴിപ്പിക്കുന്നത്. ആക്ച്വലി ജിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഇതിനെ കണ്ട് പേടിച്ചിട്ടല്ല. ജിന്നിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ജിന്നിന്റെ ആവശ്യമായിരുന്ന കുഫർ അല്ലെങ്കിൽ ഷിർക്ക് അവിടെ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ആ ജിന്ന് ഒഴിഞ്ഞു പോകും. അതാണ് രണ്ടാമത്തെ രീതി. ഇതും ഇസ്ലാമിൽ നിഷിദ്ധമാണ്, കാരണം കുഫർ ഷിർക്ക് ചെയ്യുന്നത് കൊണ്ട്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഖുർആനിക ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായിട്ടുള്ള ദുആകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ജിന്ന് ബാധ ഒഴിക്കുന്ന രീതി. ഓക്കെ, ഇത് നമ്മൾ റുഖിയ എന്ന് പറയുന്ന കാര്യം. നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽസ് ഇൻഷാല്ലാ ഞാൻ ഈ പറഞ്ഞ അടുത്ത സെഷനിൽ നമുക്ക് പറയാം. ഇത് നമ്മുടെ സിലബസിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പക്ഷെ ചോദിച്ച ജെന്യുവൻ ആയിട്ടുള്ള ചില ഡൗട്ടുകൾക്കുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതുപോലെയുള്ള ഖുർആനിക വചനങ്ങളും ദ്വാകളും ഒക്കെ ഈ ബാധയേറ്റ ആളുടെ ചുറ്റുപാടും ആ ഒരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ ജിന്നിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റാണ്ടാവും, ജിന്നിന് അത് താങ്ങാൻ പറ്റാണ്ടാവും. ഖുർആൻ എന്ന് പറയുന്ന സുബ്ഹാനല്ലാഹ്, നമ്മൾ സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മാരണക്കാരന് സൂറത്തുൽ ബഖറയെ ഫേസ് ചെയ്യാൻ പറ്റൂല. ഇബ്ലീസിന് സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ ഇബ്ലീസിന് നിൽക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്തരത്തിലുള്ള ഖുർആനിക വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തായ ദുആകളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളും ഉപയോഗിച്ചിട്ടും ഇതുപോലെ ഒഴിക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കൽ നമ്മളുടെ സ്കോപ്പിലുള്ളതല്ല, എന്നാലും കുറച്ചും കൂടെ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്തരത്തില് ഉള്ള ദ്വാകൾ വഴിയോ അല്ലെങ്കിൽ ചിലപ്പം ഈ ജിന്നിന്റെ അടുത്ത് ചില ഉപദേശങ്ങൾ വഴി, ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ വഴിയോ അല്ലെങ്കിൽ ചെറിയ പ്രഹരങ്ങൾ വഴിയോ, അതായത് അടി പോലെയുള്ള ചെറിയ തോതിലുള്ള പ്രഹരങ്ങൾ വഴിയോ ഇത്തരത്തിൽ ജിന്നിന്റെ ബാധ ഒഴിപ്പിക്കാവുന്നതാണ്. കാരണം മാത്രമല്ല, ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആള്, ഈ ഒരു ഒഴിപ്പിക്കുന്ന ആളുടെ ഈമാൻ ശരിക്കും സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ആ വ്യക്തിയുടെ കണക്ഷൻ അത്രയും സ്ട്രോങ്, അയാൾ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ വഴി അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള അയാളുടെ ബന്ധം സ്ട്രോങ്ങും അയാളുടെ ഈമാൻ സ്ട്രോങ്ങും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അതിന്റെ ഒരു കണ്ടീഷനാണ് ശരിക്കുള്ള ഈമാനുള്ള ഒരു വ്യക്തി ആവാന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ മുസ്ലിം ജനത എന്തൊരു ഇൻഫ്ലുവൻസ്, ചിലപ്പം വെസ്റ്റേൺ പാശ്ചാത്യരുടെ ഇൻഫ്ലുവൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ യുക്തിക്ക് നിരക്കാത്തതാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് അവർ ഈ ജിന്നിന്റെ പൊസിഷൻ ഇല്ല, അല്ലെങ്കിൽ ബാധയില്ല എന്ന് മാത്രമല്ല ജിന്നുകൾ തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ജിന്നബാധയുടെ തെളിവുകൾ പല പണ്ഡിതന്മാരും നിരത്തിയ തെളിവുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രകാരം ആരെങ്കിലും ഇതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാമിന്റെ പേരിൽ കളവാണ് പറയുന്നത്. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും ശരിയായ അറിവ് നേടാനും അത് സ്വായത്തമാക്കാനും പ്രാവർത്തികമാക്കാനും വിശ്വസിക്കാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. ആമീൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാധ ഒഴിപ്പിക്കുന്ന ചെയ്തതായിട്ടുള്ള ചില രീതികൾ, അത്തരത്തില് 3 ഉദാഹരണങ്ങൾ, 3 ഹദീസുകൾ, 3 ഡിഫറെന്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ബാധ ഒഴിപ്പിക്കൽ ചെയ്തതിന് 3 ഹദീസുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വീണ്ടും ഈ ഒരു ഹദീസ് പറയുമ്പം സുബ്ഹാനല്ലാഹ്, ഹദീസ് പറഞ്ഞ ആളുകളുടെയും ഹദീസിന്റെ സ്വീകാര്യതയും കുറിച്ച് പറയും. ഒരു ഹദീസിന് മാത്രമേ എനിക്ക് മലയാളം ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഞാൻ വിശദീകരിക്കാം. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ മാത്രം ഉൾക്കൊണ്ടാൽ മതി. ഇതിന്റെ പേരിൽ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ഇത് കേൾക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണ്ട. ഓക്കെ, അപ്പം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത, ഇമാം അഹ്മദിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ് അല ഇബ്നു മുറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവായിരുന്നു. യാത്രയിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. ആ സ്ത്രീ അവരുടെ കുട്ടിയുമായിട്ട് വഴിയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നബിയെ, ഇവന് പലതവണ എന്തൊക്കെയോ പ്രയാസങ്ങൾ, അസുഖങ്ങൾ, എത്ര പ്രാവശ്യമാണ് അവന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് ഈ സീജർ വരൂലേ, അപസ്മാരം പോലെയുള്ള പ്രയാസങ്ങൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കുഞ്ഞിനെ എനിക്ക് താന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന ഒട്ടകപ്പുറത്തുള്ള സാഡലിന്റെ മുകളിൽ അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ വായി തുറന്നിട്ട് അതിലേക്ക് 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയിട്ട് പറയും, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ, നീ അള്ളാഹുവിന്റെ ശത്രുവെ നീ ഒഴിഞ്ഞു പോ. അങ്ങനെ ഈ കുട്ടിയെ തിരിച്ച് ഈ സ്ത്രീക്ക് കൊടുക്കും.
ഓക്കെ, തിരിച്ചു കൊടുത്തിട്ട് പറയും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഉണ്ടാവണം, എന്നിട്ട് പറയും എന്താ സംഭവിക്കുന്നത്. അങ്ങനെ ഇവർ യാത്ര പോയി തിരിച്ചു വരുന്ന സമയത്ത് അവർ ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം അവർ പറയും അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നിങ്ങൾ പോയതിനു ശേഷം എനിക്ക് ആ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇതാ ഈ 3 ആടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചിട്ട് പറയും ഇത് നിങ്ങൾക്ക് കുറച്ച് ആടുകളെ കാണിച്ചിട്ട് പറയും ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതുകൊണ്ട് കൊണ്ടുവന്നതാണ്, ഈ കുട്ടിയുടെ രോഗം മാറ്റിയതുകൊണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ബാക്കി അവർക്ക് തിരിച്ചു കൊടുക്കാൻ. ഓക്കെ, ഈ ഒരു ഹദീസ് 2 ഇസ്നാദ് വഴി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇസ്നാദ് സഹീഹായിട്ടുള്ള ചെയിനാണെന്ന് പറയുന്നു. ഷെയ്ഖ് അൽ അൽബാനി അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ള ഒരു ഹദീസ്, ഇതേ കാര്യങ്ങൾ ചെറിയ ഡിഫറെന്റ് ടെക്സ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിൽസില സഹീഹയില് 485 നമ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമാം ഹക്കീം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ അൽ അമാഷ് എന്നുള്ള പണ്ഡിതർ റഹിമഹുല്ലാ അദ്ദേഹം അതിനെ സഹീഹാക്കിയിട്ടുണ്ട്. അതേപോലെ ഇമാം ദഹാബിയും ഇതിനെ സഹീഹായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതിപ്പം ഈ പറഞ്ഞ ഹദീസ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഹദീസ് ഇമാം അഹ്മദും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തത്. ഇത് അബാൻ ബിന്ത് അൽ വസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇബ്നു ഹാജർ അൽ അസ്ഖലാനി ഒരു സ്വീകാര്യനായ ഹദീസ് നറേറ്റർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു റിപ്പോർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഉമ്മു അബാന്റെ, അദ്ദേഹം സ്ത്രീയാണ്, ഉമ്മു അബാന്റെ ഗ്രാൻഡ് ഫാദർ, ഓക്കെ, വല്യുപ്പ സർഅ ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളുമായിട്ട് പോവുണ്ടായി. അപ്പൊ പോകുമ്പം അദ്ദേഹത്തിന്റെ ഒരു മകൻ, ആ മകന് ചെറിയ തോതിൽ ഭ്രാന്ത് പോലെ നോർമൽ അല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു മോനായിരുന്നു. ആ മോനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, നബിയെ എൻ്റെ കൂടെ എൻ്റെ ഒരു മകനുണ്ട്, അവൻ നോർമൽ അല്ല, അതായത് ഇൻസെയിൻ ആണ്, ഒരു ചെറിയ ഭ്രാന്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, അതുകൊണ്ട് അവന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവര് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ അടുത്ത് പിടിച്ചിട്ട് തിരിച്ചു നിർത്തിയിട്ട് അവന്റെ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പുറത്ത് കുറച്ച് ശക്തമായിട്ട് തന്നെ അടിക്കും. എന്നിട്ട് പറയും അള്ളാഹുവിന്റെ ശത്രുവെ നീ ഒഴിഞ്ഞു പോ, അള്ളാഹുവിന്റെ ശത്രുവെ നീ ഒഴിഞ്ഞു പോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ചുറ്റുപാടും നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെന്നുള്ള പോലെ ചുറ്റുപാടും നോക്കുന്നത് കാണാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരുന്നിട്ട് അവനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുത്തിയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയും. ആ വെള്ളം കൊണ്ട് ഈ കുട്ടിയുടെ മുഖം ഫുള്ള് തുടച്ചിട്ട് അവന് വേണ്ടി ദുആ ചെയ്യും. അപ്പം അവൻ ഇത് മുമ്പൊന്നും വേറെ ആരെക്കാളും ഏറ്റവും ബെറ്റർ അവനായിട്ട് മാറും. ഏറ്റവും നല്ല ഒരു അവസ്ഥയിലേക്ക് അവൻ മാറും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഹദീസ് സുനൻ അബി ദാവൂദ് റിപ്പോർട്ട് ചെയ്ത് ഖാരിജ ഇബ്ൻ സൽത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. അദ്ദേഹത്തിന്റെ ഒരു അമ്മാവൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അല്ലാതെ ഒരു സംഘത്തിന്റെ കൂടെ പോവുണ്ടായി. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു എന്താ പറയാ ഒരു നാടോടിയായ ഒരു വിഭാഗത്തെ കണ്ടു. അപ്പം അവര് പറഞ്ഞു നിങ്ങൾ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേകിച്ച് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നോ മന്ത്രങ്ങളോ ഉണ്ടോ ഒരു ബാധ കൂടിയ ഒരു മനുഷ്യനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്? അപ്പം അവര് പറയും അതേന്ന് പറയും, ഈ പോയ വിഭാഗം പറയും അതേന്ന്. അങ്ങനെ ഇവര് ബാധ കൂടിയിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവരും. ഇവര് ഈ പോയ സഹബാക്കളുടെ കൂട്ടം അവര് സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം ഈ വ്യക്തിയുടെ മേലെ ഓതും. ഓരോ പ്രാവശ്യം ഓതി തീരുമ്പോഴും ഈ ഉമിനീര് അയാളുടെ മേല് ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ ഊതും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവസാനം 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അയാൾ എന്തോ എല്ലാ പ്രശ്നത്തിൽ നിന്നും മാറിയ പോലെ എഴുന്നേറ്റ് നിൽക്കുന്നതായി കാണും. അപ്പം ഈ നാടോടി ഗ്രൂപ്പ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് പോലെ പേയ്മെന്റ് കൊടുക്കും. അപ്പൊ പറയും ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കാതെ ഇത് സ്വീകരിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇവർ ചോദിക്കുമ്പോൾ പറയും ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്യുന്നതിന്റെ പേരിൽ കിട്ടിയ പൈസ കൊണ്ട് അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ അവനൊരു പാപത്തിന്റെ ഭാരമാണ് ചുമക്കുന്നത്. നിങ്ങൾ ചെയ്തത് ശരിയായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ഹക്കായിട്ടുള്ള ഒരു മന്ത്രമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാം എന്ന് പറയും. അങ്ങനെ ഈ 3 റിപ്പോർട്ടുകളാണ് സ്വീകാര്യമായിട്ടുള്ള ചെയിനുകളുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ബാധ ഒഴിപ്പിക്കലിന്റെ എന്താ പറയാ റിപ്പോർട്ടുകൾ സുന്നത്തിൽ നിന്നിട്ടുള്ള. ഇൻഷാ അല്ലാഹ്. ഇനി സിഹ്റിന്റെ ഇസ്ലാമിക വിധി.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, സിഹർ പ്രാക്ടീസ് ചെയ്യുന്നത് എത്രത്തോളം തെറ്റാണ്, അവർക്ക് എന്താണ് പരലോകത്ത് ഒരു എന്താണ് ഒരു യാതൊരു വകുപ്പും അല്ലെങ്കിൽ യാതൊരു പങ്കും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അത് നരകത്ത് ശാശ്വതമായ നരകത്തിന്റെ ആളുകളാണെന്ന്. ഇവിടെ ഈ സിഹറിന്റെ വിധി എന്ന് പറയുമ്പോൾ ഈ സിഹർ പ്രാക്ടീസ് ചെയ്യുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത് ചെയ്യുന്നതും ഒക്കെ എല്ലാം ഇസ്ലാമിൽ കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ആൾക്ക് ഇസ്ലാമിൽ ഉള്ള ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷയാണ്, വധിക്കാനാണ് അവർക്ക് വന്നിട്ടുള്ള ശിക്ഷ. ഓക്കെ, ജുന്ദുബ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരു സാഹിറിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അവനെ വാള് കൊണ്ട് കൊലപ്പെടുത്തലാണ്. ഇത് തിർമിദിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിന്റെ ഇസ്നാദ് വീക്കാണ്, പക്ഷെ മറ്റ് ഹദീസുകളുടെ തെളിവുകൾ കാരണം ഇത് ഹസനായിട്ട് ഇസ്നാദിനെ അല്ലെങ്കിൽ ഹസനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണ്. ഈ ഒരു ഹദീസ് വീക്ക് ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഹദീസുകൾ കാരണം ഇതിനെ ഹസനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ്, ഇമാം അബു ഹനീഫ, ഇമാം മാലിക് ഈ 3 ഇമാമുകളും ഈ നിയമപ്രകാരമാണ് വിധിച്ചിട്ടുള്ളത്. അതായത് ഒരു സാഹിറിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ സിഹർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായാൽ തന്നെ അവരെ വധിക്കലാണ് ഇവർ 3 പേരും നടപ്പാക്കിയിട്ടുള്ളത്. എന്നാൽ ഇമാം ഷാഫി ചെറുതായിട്ട് ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്യുന്ന സിഹർ കുഫറിന്റെ ലെവലിൽ എത്തുകയാണെങ്കിലേ അയാളെ വധിക്കേണ്ടതുള്ളൂ. ഓക്കെ, എന്താണെങ്കിലും വധിക്കണം എന്നുള്ള ആ ഒരു റൂളാണ് ഇസ്ലാമിൽ ഉള്ളത്. ഓക്കെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതായത് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് വളരെ കറക്റ്റായിട്ട് ഈ ഒരു സംഭവം നടത്തി വന്നിട്ടുണ്ടായിരുന്നു. മുവത്ത മാലിക് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹഫ്സ റളിയല്ലാഹു അൻഹു അവരുടെ ഒരു അടിമ സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി ഇവരുടെ മേല് സിഹർ ചെയ്തത് കൊണ്ട്. അപ്പം അത്തരത്തിൽ വളരെ കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയാണ് സാഹിറിനെതിരെ ഇസ്ലാമിൽ ഉള്ളത്. ഓക്കെ, തൗറാത്തിലും ഇപ്പോഴും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു നിയമം ഉണ്ട്. കാരണം ജൂതന്മാരോ ക്രിസ്ത്യാനികളോ ആയിക്കോട്ടെ ഈ സിഹർ ചെയ്യുന്ന ആള് എന്താണ് കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ഒരു നിയമം അവരുടെ ഗ്രന്ഥങ്ങളിൽ ബാക്കിയുണ്ട്. വെളിച്ചപ്പാടോ മന്ത്രവാദമോ ഉള്ള പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ മരണശിക്ഷ അനുഭവിക്കണം, അവരെ കല്ലെറിഞ്ഞു കൊല്ലണം, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ആ രീതിയിൽ അതികഠിനമായ ശിക്ഷയാണ് ഉള്ളത്. എന്നാൽ ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷം ഈ നിയമം മെല്ലെ മെല്ലെ ഒന്ന് ലൂസായി. ഉമയ്യദ് ഭരണകൂടത്തിലേക്ക് വന്നപ്പോൾ, ഉമയ്യദ് ഖലീഫമാരുടെ കാലത്തിലേക്ക് വന്നപ്പം അവര് സാഹിറുകളെ അനുവദിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഭാവി പ്രവാചകന്മാരെ അനുവദിക്കുക മാത്രമല്ല, അവര് അവരുടെ രാജ്യസഭയുടെ അല്ലെ കോർട്ടിന്റെ ഒരു ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തു. അതായത് രാജാവിന്റെ ഒരു കൊട്ടാരത്തിന്റെ ഒരു മെയിൻ അംഗമായിട്ട് മാറ്റുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പം ഇപ്രകാരം ഭരണാധികാരികൾ, അതായത് ഉമയ്യദ് ഭരണകൂടത്തെ ഭരണാധികാരികൾ ഈ ഒരു നിയമം സാഹിറിനെ കൊല്ലണം എന്നുള്ള നിയമം നടപ്പിലാക്കുന്നത് നിർത്തിയപ്പോൾ ആ സമയത്ത് സഹാബാക്കൾ തന്നെ, അതായത് ബാക്കി ഉണ്ടായിരുന്ന സഹാബാക്കൾ തന്നെ ഈ ഒരു നിയമം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഹദീസ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. അബു ഉസ്മാൻ അന്നദി, ബുഖാരി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അബു ഉസ്മാൻ അന്നദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അൽ വലീദ് ബിൻ അബ്ദുൽ മാലിക് എന്നുള്ള ഒരു ഖലീഫ, ഓക്കെ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തില് ഇതുപോലെ സിഹർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ സ്ഥിരമായിട്ട് കൊട്ടാരത്തില് സദസ്സിൽ വന്നിട്ട് ഇതുപോലെ പല മാജിക്കുകളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പോവായിരുന്നു. ഓക്കെ, ഒരിക്കൽ ഇയാള് ഇതുപോലെയുള്ള സദസ്സിൽ വെച്ചിട്ട് ഒരാളുടെ തല കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തലയും ഉടലും വേറെയാക്കി കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ആളുകൾക്ക് ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ ആ തലേനെയും ഉടലിനെയും ഒന്നിച്ചാക്കിയിട്ട് അയാൾക്ക് ഇയാൾ കൊന്ന ആൾക്ക് ജീവൻ കൊടുക്കുന്ന പോലെ, അപ്പൊ ആളുകൾ സുബ്ഹാനല്ലാഹ് അയാൾക്ക് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറയാൻ തുടങ്ങി. അപ്പം ഈ ഒരു സഹാബി ജുന്ദുബ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു അവിടെ പ്രസന്റ് ആയിരുന്നു. അദ്ദേഹം ഇത് കണ്ടു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ സമയമാകുമ്പോഴേക്ക് ഭരണകൂടം ഈ നിയമം നടപ്പിലാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള സഹാബാക്കൾ തന്നെ ഏറ്റെടുത്ത് ഇവർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് കണ്ടിട്ട് അദ്ദേഹം പിറ്റേ ദിവസം കയ്യിലൊരു വാളും കരുതിയിട്ട് വരും. അപ്പം ഈ ഒരാള് സുബ്ഹാനല്ലാഹ് ഈ മാജിക് കാണിക്കുന്ന ഈ സാഹിർ ആളുകളുടെ ഇടയിൽ നിന്ന് മാജിക് കാണിക്കുന്ന ഒരു സമയത്ത് ജുന്ദുബ് ഓടിച്ചെന്നിട്ട് ഇയാളുടെ കഴുത്ത് ഇതേപോലെ വെട്ടിക്കളയും.
എന്നിട്ട് ആളുകളുടെ അടുത്ത് പറയും അയാൾക്ക് ശരിക്കും ജീവൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അയാൾ ഇപ്പൊ അയാളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറയാം. ഓഫ് കോഴ്സ് ഈ സഹാബിനെ അൽ വാലിദ് എന്ന് പറയുന്ന ഖലീഫ ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷെ അത്ര പോലും സഹാബാക്കള് ഈ ഒരു നിയമം നടപ്പിലാക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അത്ര പോലും സെഹർ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജിന്നുകളുടെ സഹായത്തോടു കൂടി സെഹറോ ആ രീതിയിലുള്ള എന്തെങ്കിലും ഭാവി പ്രവചനമോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ, സെഹർ ചെയ്യുന്ന ആൾക്കാരെ ഇസ്ലാമില് വധശിക്ഷ തന്നെയാണ് ഇസ്ലാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലം മുതലേ അല്ലെങ്കിൽ ഉമൈദ് ഭരണകൂടം മുതലേ അവരതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പിന്നെ അതിനെ അംഗീകരിച്ച് അനുവദിച്ച് ഇന്നത്തെ കാലത്ത് അതെന്താ സംഭവിക്കുന്നത് നമുക്ക് ശരിക്കും അറിയാലേ, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തില് ഈ ഒരു സെഹർ ചെയ്യുന്നവരുടെ മേലുള്ള ഈ ഒരു നിയമം ഇത്ര സ്ട്രിക്റ്റ് ആക്കാനുള്ള കാരണം സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വീക്ക് എലമെന്റ് ഉണ്ട് അല്ലെ, ഈ ഒരു അറിവ് ഇല്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തൗഹീദ് എന്താണെന്ന് അല്ലെങ്കിൽ സെഹറിനകത്ത് വരുന്ന ഷിർക്ക് എന്താണെന്ന് അറിയാത്ത ഒരു വിഭാഗം സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും. അറിവില്ലാത്ത അല്ലെങ്കിൽ അത് അറിയണമെന്ന് പോലും അറിയാത്ത ഒരു വിഭാഗം ഉണ്ടാവും. അപ്പം അവര് അറിയാതെ തൗഹീദ് അസ്മാഉ വസിഫാത്തിലെ ഷിർക്കില് പെടുകയാണ് അല്ലെ. കാരണം അവരിപ്പം ഇയാള് പറഞ്ഞതുപോലെ അയാൾക്ക് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ഈ സാഹിറുകൾ പലതരത്തിലുള്ള മാജിക്കൽ ഫീറ്റ്സും കാണിക്കുമ്പോൾ ആളുകൾ അള്ളാഹുള്ള എന്തൊക്കെയോ കഴിവ് ഇവർക്ക് ഉണ്ടെന്ന് അങ്ങോട്ട് തോന്നുകയും അല്ലെ, ഇവരോടുള്ള ഒരു ആരാധനയും ഇഷ്ടവും അവർക്ക് വേണ്ടിയുള്ള സമർപ്പണവും ഒക്കെ വരെയും അത്തരത്തിൽ അറിവില്ലാത്ത ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം സെഹർ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിൽ ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ ഇത്തരത്തില് ഇപ്പം ജിന്നിനെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പം ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ ആഭിചാരം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അവിശ്വാസപരമായ കുഫ്റുപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതും ഇസ്ലാമിൽ അതിശക്തമായിട്ട് എതിർപ്പുള്ള കാര്യങ്ങളാണ്. അതിനെയും ഒരിക്കലും അനുവദിച്ചുകൂടാ അല്ലെ. നമ്മൾ ഖിസാസിലൊക്കെ പറഞ്ഞതുപോലെ കൊലപാതകത്തിന് പകരം കൊലപാതകം എന്ന് പറഞ്ഞ പോലെ ഒരു തെറ്റിനെ അനുവദിക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവർക്ക് കൊലപാതക ശിക്ഷയെക്കുറിച്ച് അവരെ വധിച്ചു കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇവർ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവര് തന്നെ എനിക്ക് എന്തോ ഒരു ദൈവികത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പം ആളുകൾ ഇവരുടെ ഇതിനകത്ത് പെട്ടുപോവുകയും ഇതിനകത്ത് എന്തോ ശരിയുണ്ടെന്ന് തോന്നുകയും അല്ലെ. കാരണം ആളുകൾക്ക് ജിന്നാണ് അല്ലെങ്കിൽ ജിന്നിന്റെ പ്രവർത്തനമാണ് ഇതെന്നൊന്നും അറിയില്ലല്ലോ. ഇനി അഥവാ അറിയാൻ ശ്രമിച്ചാലും അറിയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം കുറേ ആളുകൾ ഇതിനകത്ത് പെട്ടുപോവാണ്. അത് അന്നും ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് അറിവും ചിന്തയും വിവരവും ഉള്ള സമൂഹത്തിലും ഇന്നും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതിനെക്കുറിച്ച്, ഇതിലെ തൗഹീദിന്റെ വശത്തെക്കുറിച്ച്, ഇതിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഇതിലെ തെറ്റുകളെ കുറിച്ച് ആളുകൾക്ക് അറിയാത്തത് കൊണ്ട്. അപ്പം പല രീതിയിൽ ആളുകൾ ഇതിനകത്ത് പെട്ടുപോവുകയും അവർക്ക് വേണ്ടി പൈസ കൊടുക്കുകയും അവരുടെ ജീവിതം മുഴുവനും ഷിർക്ക് അറിഞ്ഞോ അറിയാതെ അവർ ഷിർക്കിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുള്ളത് കൊണ്ടാണ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമം ഇസ്ലാം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആ നിയമമൊന്നുമില്ല, കാറ്റിൽ പറക്കാണ്. അതേപോലെ ആളുകൾക്ക് അറിവുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല അല്ലെ. എന്നാൽ അറിവ് ഉണ്ടാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും നടത്തൂല ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ ഹക്കായ അറിവ് നമ്മളിലേക്ക് എത്തിച്ചു തരട്ടെ. പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് എനിക്കറിയാം കുറേ സംശയങ്ങൾ പലരുടെ മനസ്സിലുണ്ട്, കുറേ ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ജെന്യുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ അറിവ് വെച്ച് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു സെഷൻ സംഘടിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായ അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കുകയും അത് ഉൾക്കൊള്ളാൻ പറ്റുകയും അതനുസരിച്ച് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ഖൗമാക്കി നമ്മളെയും നമ്മുടെ വരുന്ന തലമുറകളെയും മാറ്റട്ടെ. നമ്മൾ സുബ്ഹാനല്ലാഹ് തൗഹീദിലും അഖീദയിലും അടിയുറച്ചു കഴിഞ്ഞാലേ നമുക്കത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ വിശദീകരിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. പല കാര്യങ്ങളും സുബ്ഹാനല്ലാഹ് അതിന്റെ പേരുകൾ പോലും നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. അതൊക്കെ അന്വേഷിക്കുമ്പം എത്ര സൂക്ഷ്മമായിട്ടാണ്, വളരെ സൂക്ഷ്മമായിട്ടാണ് അഖീദയിൽ ഇളക്കം തട്ടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രാക്ടീസുകളും അത്തരത്തിലുള്ള കോഴ്സുകളും ഒക്കെ അതിന്റെയൊക്കെ സുബ്ഹാനല്ലാഹ് അതിന്റെയൊക്കെ സ്ട്രക്ചറും സിലബസും ഒക്കെ കാണുമ്പോൾ എത്ര ഭംഗിയായിട്ട് അവര് അഖീദയിൽ മിക്സ് വരുത്തണമെങ്കിൽ അവര് നമ്മളെക്കാളും എത്ര ഭംഗിയായിട്ട് അഖീദ പഠിച്ചിട്ടുണ്ടാവണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഈ കോഴ്സ് ഉണ്ടാക്കുന്ന പൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഉണ്ടാകുന്ന ആളുകൾ എത്രത്തോളം നമ്മളുടെ അഖീദ മനസ്സിലാക്കിയിട്ടാണ് അതിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ശരിക്കും നമുക്ക് നാണം തോന്നണം, ലജ്ജ തോന്നണം നമുക്ക് നമ്മുടെ അഖീദയും നമ്മുടെ തൗഹീദും നമ്മുടെ ശിർക്കും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.